ഹായ് എവ്രി വൺ, വെൽക്കം ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ഞാന് കോഴിക്കോടേക്ക് പോവാട്ടോ. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. എന്റെ ഊബർ ഡ്രൈവർ വന്നിട്ട് അയാൾ കുറെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് നിർത്തി. എനിക്ക് പാലാരിവട്ടം മെട്രോ സ്റ്റേഷന്റെ അടുത്തുനിന്നാണ് എന്റെ ബസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാന് കുറച്ച് മുന്നിൽ ഇറങ്ങിയെങ്കിലും ഞാൻ ബാക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് വേഗം ഇൻട്രോ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് ഇന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആ വീഡിയോ നേരത്തെ ഇടും. അതിലിട്ട സെയിം ഡ്രസ്സിനെ ഇപ്പോഴും ഇട്ടിട്ടുള്ളത്. സെയിം ഡേ ആണ് ഞാൻ പോകുന്നത്. ഷൂട്ടിന് പോകുന്ന സമയത്ത് പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ്. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അജു വിളിച്ചിട്ട് പിന്നെ അവൻ തന്നെ എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നത്. ഷൂട്ട് കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയി വീട്ടിലെത്തുമ്പോൾ 8:30 ആയി. പിന്നെ ഞാൻ പെട്ടെന്ന് പാക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അതാണ് ഈ ഡ്രസ്സും ഈ മേക്കപ്പും ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പൊ നടന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ മെട്രോ സ്റ്റേഷന്റെ അവിടെ നിന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാട്ടോ, ബസ് വന്നിട്ടില്ലെങ്കിൽ. ഇതാ ഞാൻ മെട്രോ സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തി. ഭയങ്കര സൗണ്ട്, ഫുൾ വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ സംസാരിച്ച് കഥ പറഞ്ഞിട്ട് എന്റെ എനർജി ഇങ്ങനെ വേസ്റ്റ് ചെയ്യണോ വേണ്ടതെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കഥ പറയാനുണ്ടായിരുന്നു എനിക്ക്. ഫുൾ വണ്ടികളാണ് ബാക്ക് കാണിച്ചത്. ബസ് വന്നു, ബസ്സിൽ കയറി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറെ കാലത്തിന് ശേഷം ഇവരൊക്കെ കാണാൻ പോകുന്നതിനെ കൊണ്ട് അന്ന് തോന്നുന്നു. അതിന്റെ ഇടയ്ക്ക് വെച്ചൊന്ന് ഉറങ്ങി. പിന്നെ ഒരു 2:30 ആകുമ്പോൾ എഴുന്നേറ്റു. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ എത്തുന്നതും നോക്കി നിന്നു. റോഡൊക്കെ ഫുൾ മാറിയതുകൊണ്ട് സ്ഥലങ്ങളൊന്നും മനസ്സിലാവുന്നേ ഉണ്ടായില്ല. ഒരു 4:15 ആകുമ്പോൾ ഞാൻ എത്തിട്ടോ. ഇതാ ഈ ബസ്സിലായിരുന്നു ഞാൻ വന്നത്. ഞാൻ പൊറ്റമ്മല ബസ് ഇറങ്ങിയത്. അവിടേക്ക് അജു എന്നെ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. ഇറങ്ങി 5 മിനിറ്റ് തിരിഞ്ഞാഴ്ചപ്പോ അവൻ എത്തിയിട്ടുണ്ട്. പല്ലും പല്ല, ടീഷർട്ടും പല്ല. അറിയോ ബ്ലോഗ് ചെയ്ത് എന്റെ കരിഞ്ഞതാണോ പൊരിഞ്ഞതാണോ ലൈറ്റുകൾ? പൊരിഞ്ഞതാണ്. പാപ്പിന് വാങ്ങിക്കണം. അപ്പൂന് വിശന്നിട്ട് ഭ്രാന്തായിപ്പോയി. ഇപ്പൊ ജീവിതം ഇങ്ങനെയൊക്കെ. അപ്പൊ ഓടി വിളിക്കും എന്റെ അടുത്ത്. കോഴിക്കോട് ഇവരെ അപ്പൂനും അജുനും ഞാൻ ലാസ്റ്റ് കണ്ടത് ബാംഗ്ലൂരിൽ നിന്നാണ്. ആ വ്ളോഗായിരിക്കും ആദ്യം വരിക, അത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് വരിക. ആ വ്ളോഗ് അന്നായിരുന്നു ഞാൻ ഇവർ രണ്ടാളെയും ലാസ്റ്റ് കണ്ടത്. അന്ന് നമ്മൾ അടിച്ചു പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാ കാണുന്നത്. 5 മാസത്തിന് ശേഷം. ഞാൻ ഇന്നലെ ഇരുന്ന് എണ്ണയായിരുന്നു. യെസ്, കൊണ്ട് ഇപ്പോഴാ കാണുന്നത്. ഞാൻ തോന്നുന്നില്ല. ഞാന് ഇന്നലെ 11 ബസ് കയറിയാട്ടോ. രാത്രി അവിടുന്ന് ബസ് കയറിയും ഇപ്പം ഇവിടെ 4 മണിയൊക്കെ ആകുമ്പോ എത്തി. അജു എന്നെ പൊറ്റമ്മൽ പിക്ക് ചെയ്യാൻ വന്നു. നമ്മൾ ഉള്ളിവട കഴിക്കുന്നു. ബാക്കി വിട്ടുപോയിട്ട് ടാറ്റാ. ബസ് ഇറങ്ങിയെടുത്ത് തന്നെ ചായയും ഒരു ഉള്ളിവടയും കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഉള്ളിവട കുറച്ച് മുരിഞ്ഞു കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഴംപൊരി വാങ്ങിച്ചു. പഴംപൊരി അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുന്ന് കഴിച്ചില്ല, വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ടുണ്ടായത്. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ശബ്ദമൊക്കെ ഉണ്ടാക്കാതെ മെല്ലെ ഗേറ്റൊക്കെ തുറന്നിട്ട് വീട്ടിലേക്ക് കയറുകയായിരുന്നു. അപ്പു നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവര് രണ്ടാളും എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഉറങ്ങാതിരിക്കായിരുന്നു. ഞാൻ പിന്നെ അതിന്റെ അടുത്ത് 2-3 മണിക്കൂർ ഉറങ്ങിക്കാണും. ക്രിപ്റ്റോ എവിടെയാ?
അതെ. തിരിച്ചും മറ്റു പക്ഷെ ഹായ് അപ്പു മറ്റേ കോൾ ചെയ്ത് ക്ലൈന്റിനെ വിളിച്ച പോലെ ഹലോ എന്താ ഉള്ളിവട കഴിച്ചിട്ട് എനിക്ക് നല്ല മണമുണ്ടല്ലോ. ഫുൾ ഫോട്ടോസ് ഒക്കെ. അല്ലടാ ഫുൾ ഫില്ല് ചെയ്തില്ല. സെറ്റ് അടിപൊളിയായിട്ടോളും. അപ്പൊ മേക്കപ്പ് പോലും ഊരാണ്ട് ഞാൻ വന്നേ. നാട്ടൊരു മൊത്തം പക്ഷെ ഇപ്പഴറിയില്ല. ഞാൻ ഒരു ഇതിലേക്ക് 3-4 വ്ളോഗ് പോകുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞിട്ട് പോകും. 2 ആഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ട്. ഈ വീക്കല്ല, അടുത്ത വീക്ക് എല്ലാം ഇടും. നമുക്ക് റോ. ഞാൻ പ്രോ, അവൻ പ്രോസ്റ്റിറ്റ്യൂട്ട്. കണി ഏതാ പല്ല്? ഇത് കമന്റ് ബില്ലോ. എന്റെയാണ് അർജുന്റെയാണ് മഞ്ഞപ്പല്ല്. അപ്പൊ നമ്മള് ഇതാ വീട്ടിലെത്തി. ഇപ്പൊ സമയം എത്രയാ അർജുൻ? വാച്ചുണ്ടോ? 4:25. ഞാനൊന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഈ വ്ളോഗ് അവിടെ അവസാനിപ്പിക്കുന്നില്ല. ബാക്കി നമുക്ക് നാളെ കോഴിക്കോട് പരിപാടികളൊക്കെ പിടിക്കാം. ബാക്കി കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്. നാളെ കാണിക്കാം. ബൈ. ഞാനൊരു ഇച്ചിരി നേരത്തെ ഇറങ്ങി എൻ്റെ കുറച്ച് വർക്കൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അജു അപ്പും ദാ ഉറങ്ങിക്കൊണ്ടിരിക്കുക രണ്ടാളും. ഞാൻ എഴുന്നേറ്റ് എൻ്റെ ബാത്റൂം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 1/2 hourനുള്ളിൽ തന്നെ അജു എഴുന്നേറ്റിട്ടുണ്ടായിട്ടോ. അമ്മ അല്ലേ? ഇവിടെ ആരുമില്ലേ? അമ്മ പുറത്താന്ന് തോന്നുന്നു. അവിടെ ആളുണ്ട്. അല്ല ഐ മീൻ നൈബ്. ഈ കസിൻ കുട്ടൻ നടക്കാൻ കൂട്ടും. ഓടാ ആ സൈഡില്. ബൈ ബൈ. പപ്പ സ്കൂട്ടർ നേരത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടു. പപ്പ അല്ലേ? അല്ല സ്റ്റിക്കർ ഒട്ടിച്ചാണോ? പെയിന്റ് ചെയ്താണോ? സ്റ്റിക്കർ ഒട്ടിച്ച്. മാള് ഇവിടെ വന്നില്ലേ? ഇവിടെ വന്നിട്ടുണ്ട്. ഇല്ല അവള് എണീക്കുന്നുള്ളൂ. അതെല്ലാം ഉച്ചക്ക് ഭക്ഷണം വേണ്ട കേട്ടോ. എനിക്ക് അംബികയും ചോറുണ്ടെന്നൊക്കെ തോന്നുന്നു. ഞാൻ ബ്ലോഗ് ചെയ്യുന്ന എനിക്ക് അറിയാലോ അല്ലേ? വേണ്ട വേണ്ട അപ്പൊ വേണ്ട വേണ്ട. ഇതാക്കി റെഡി. 1 2 3. ക്രിപ്റ്റോ ഹായ് ക്രിപ്റ്റോ. എന്താ എന്നെ ആരാ മണക്കുന്ന? സൂസി ഉണ്ടോ? എൽസ ഉണ്ടോ? ഉണ്ടോ? ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് സ്നേഹത്തിൻ്റെയാ? കുഴപ്പമില്ല. എന്തമ്മ എന്താണ്? അജൊന്ന് തൊട്ട് സ്നേഹിക്കടാ.
എന്തിനാണ് എടുത്ത് കുറയ്ക്കണേ? കുറച്ചെനിക്ക് പേടിയാവൂലേ? കുറച്ചെനിക്ക് പേടിയാവില്ലേ? സ്നേഹാണോ അത്? സ്നേഹാണോ? ഞങ്ങൾ കുറച്ച് നേരം കെട്ടി മറിയും. എന്നാലും എനിക്ക് ഇങ്ങനെ കുറയ്ക്കുമ്പോ എനിക്ക് പേടിയാവും. ആ മനസ്സിലാവണ്ടേ പറഞ്ഞു നോക്കാം അല്ലേ? അപ്പു ഇവിടെ അപ്പു ഇവിടെ കിട്ടു സിനിമ നടന്നത്. അച്ഛാ അമ്മ ഇതാ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറും ചമ്മന്തിപ്പൊടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഹായ്, നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു 4:30-5 മണിയൊക്കെ ആയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു 10:30 ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് അജു എഴുന്നേറ്റിട്ട് അവൻ വീട്ടിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ അപ്പു ഉറക്കം കുറവായതുകൊണ്ട് അവൾക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ മൈഗ്രെയിൻ ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പൊ ഇതാ കുളിച്ച് പതിയെ റെഡി ആവാം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാം. അംബിക മെസ്സിൽ പോയിട്ട് ലഞ്ച് കഴിക്കണം എന്നാണ് പ്ലാന്. ഞാൻ ക്രിപ്റ്റോ ബോയ് അവിടെ പോയിട്ട് ലഞ്ച് കഴിക്കാനാണ് പ്ലാൻ. എന്താ വെച്ചാൽ ഞാൻ എപ്പം കോഴിക്കോട് വരുന്ന സമയത്തും ഞാൻ എപ്പോഴും ബിരിയാണി പറഞ്ഞിട്ട് ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ബിരിയാണിയാണ് കഴിക്കാറ്. പക്ഷെ ഏട്ടൻ എപ്പോഴും കോഴിക്കോട് വരുന്ന സമയത്ത് അംബികയെ പോയിട്ട് ഊണാ കഴിക്കാറ്. അപ്പൊ ഏട്ടൻ നല്ല എപ്പോഴും പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇപ്രാവശ്യം എന്തായാലും ബിരിയാണി എന്തായാലും കഴിക്കും, പക്ഷെ പോയിട്ട് ചോറുണ്ട് അംബികന്ന് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആ സമയം 3 മണിയാവാന്. എനിക്കറിയില്ല ഇപ്പൊ പോയാൽ ഉണ്ടാവുമെന്ന്. എന്തായാലും നമ്മൾ പോയി നോക്കാന്ന് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അതാ റെഡിയായി, അപ്പു റെഡി ആയിക്കൊണ്ടിരിക്കുക. അവള് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഷൂട്ട് കഴിഞ്ഞ് പെട്ടെന്ന് ഷൂട്ടിന് പോകാൻ നിൽക്കുമ്പോൾ അജു വിളിച്ചിട്ട് വരുന്നില്ലേന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വരാം ടിക്കറ്റ് എടുക്കാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഷൂട്ടിന് പോയി. ഞാൻ വിചാരിച്ചത് ഷൂട്ടിന് പോയി കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരാന്നാ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ അജു വിളിച്ചു. അപ്പം മാളുവാണ് ഫോൺ എടുത്തത്. അപ്പൊ അവൻ ടിക്കറ്റിന്റെ കാര്യം ചോദിച്ചപ്പോൾ അവനോട് ടിക്കറ്റ് നോക്കാൻ പറ. അപ്പൊ അവൻ ടിക്കറ്റ് നോക്കിയപ്പം ഒരു ബസ്സിലും ടിക്കറ്റ് ഇല്ല. പിന്നെ സെമി സ്ലീപ്പറിൽ ഒരു ടിക്കറ്റ് കിട്ടി. പിന്നെ ഞാൻ ആ ബസ്സിൽ കയറിയിട്ടാ വന്നത് ഒരു 11 ഒക്കെ ആകുമ്പോൾ. ബസ്സാണെങ്കിൽ ഫുള്ളായിരുന്നു. ഇന്നലെ രാവിലെ ഏട്ടൻ കോഴിക്കോടേക്ക് വന്നു. ഏട്ടന് വർക്ക് ഉണ്ടായിരുന്നു ചേച്ചിന്റെ കൂടെ. ഏട്ടൻ രാവിലെ വന്നു, രാത്രി തിരിച്ച് എറണാകുളത്തേക്ക് വന്നു. ഏട്ടന് എറണാകുളത്ത് വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ രാത്രി കോഴിക്കോടേക്ക് വന്നു, പുലർച്ചെ ഇവിടെ എത്തി. എനിക്ക് തോന്നുന്നു ഏട്ടൻ നാളെയും ഇവിടെ കോഴിക്കോട് തന്നെ വർക്ക്. അപ്പം അങ്ങനെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തായാലും കോഴിക്കോട് വന്നാൽ ഭക്ഷണം കഴിക്കും. എന്റെ ഡയറ്റൊക്കെ ഇപ്പൊ ബ്രേക്ക് ആവും. ഭക്ഷണം കഴിക്കും, ബാക്കി ചില്ലയും പരിപാടിയൊക്കെ എന്തായാലും ചെയ്യും, കുഴപ്പമില്ല. തിരിച്ച് നമുക്ക് പോയിട്ട് നമുക്കിതൊക്കെ ബേൺ ചെയ്ത് കളയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അജുവിനെയും അപ്പുവിനെയും ഇപ്പം കുറെ കാലത്തിന് ശേഷം കാണുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ സെപ്റ്റംബറിൽ അപ്പുവിന്റെ അടുത്ത് ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. ഞാനും അജുവും കൂടിയാ പോയിട്ടുണ്ടായത്. അന്ന് പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു. ഞാനും അജുവും അടിച്ചു പിരിഞ്ഞു എന്ന് പറയുമ്പോ എന്റെയും അജുവിന്റെയും ലൈഫിലെ ഏറ്റവും വലിയ അടി അല്ല അജു? എന്റെ ലൈഫിലെ ഏറ്റവും വലിയ അടിയായിരുന്നു അത്. ഇത്ര വർഷത്തിനിടയ്ക്ക് 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26 11 വർഷത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് ആരോ വന്നേ ഗായ ആദ്യമായിട്ട് പറയുമ്പോ ആദ്യമായിട്ടുള്ള ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്ന അടിയൊക്കെ ആദ്യമായിട്ടാ. സെപ്റ്റംബറിൽ ലാസ്റ്റിലായിരുന്നു ഞാൻ ബാംഗ്ലൂർ പോയി ഞങ്ങൾ അടിച്ചു വീണത്. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം ഞങ്ങൾ അങ്ങോട്ടുകൊണ്ട് വിളിയില്ല, വലിയ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് നമ്മള് മെല്ലെ മിണ്ടാൻ തുടങ്ങി. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ഇന്ന് പുലർച്ചെയാണ് അവനെ കാണുന്നത്. അപ്പൊ എന്താ ഇവന്റെ സ്വഭാവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ എന്റെ സ്വഭാവം നല്ല സ്വഭാവം, തങ്കപ്പെട്ട സ്വഭാവം. ആര് വന്നേ? പക്ഷെ നേരിട്ട് കണ്ടപ്പോ അടിയൊക്കെ ഉണ്ടാക്കിയൊക്കെ മറന്നിട്ട് പോയി. സത്യം പറഞ്ഞാൽ എന്തിനാ അടി ഉണ്ടാക്കിയെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ വലിയ അടിയായിരുന്നു അത്. മിണ്ടാതിരിക്കുന്ന അടി. സാരില്ല, പോട്ടെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ ശരി, ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. ചേട്ടാ, ഞാൻ കാര്യപ്പെട്ട് വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മൈക്ക് ഓൺ ആക്കി ഉണ്ടായിരുന്നില്ല, അപ്പൊ അത് ഓഡിയോ ഇല്ല. അപ്പൊ ഞാൻ ഒന്നുകൊണ്ട് എടുക്കുകയാണ്.
നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഊബറിൽ കയറി കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഊബറിൽ കയറുന്നത്. ഇവിടെ ഊബർ ഉണ്ടോന്ന് തന്നെ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഉണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് നമുക്ക് ഊബർ കിട്ടി. അപ്പുന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഊബർ വന്നു. കഴിക്കാൻ പോവാ. ഓ അപ്പൊ ക്ലാപ്പ്. അപ്പൊ ഇന്ന് രാവിലെ ചീത്ത പറഞ്ഞു, നിങ്ങൾ ഇത് അറിയണോ, ഞാൻ എടുത്ത ഒരു ഷോട്ടോ ഓളത് ഇടൂല. രാവിലെ എന്നെ ചീത്ത പറയണ. അപ്പൊ എനിക്ക് വയ്യ, മൈഗ്രെയിൻ, ആരും നിക്കലേ, അതിനിപ്പോ നിക്കല. ഓക്കെ, ഞാൻ പിന്നെ ഇതിലൊന്നും നമ്മള് തളരരുത്, കുഴപ്പമില്ല, ഇങ്ങനെ ഇതൊക്കെ വരും. കണ്ണട വെച്ച് നന്നായിട്ടോ. എനിക്ക് എപ്പോഴും ഇല്ല ഇങ്ങനെ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എങ്ങോട്ടാ നോക്കേണ്ട ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങളെ പറ്റിക്കും. പക്ഷെ എനിക്ക് എന്നെ തന്നെ നോക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് പോയി നോക്കാം. സമയം 3:15, ചോറുണ്ടാവും അറിയില്ല. കിട്ടിയാ തിന്നാ, കിട്ടിയില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ബിരിയാണി കഴിക്കാം. ഇതെന്താ ഇവിടെ സിഗ്നൽ ഉണ്ട്? ഓ നല്ല ബ്ലോക്ക് അല്ലേ? സാറ്റർഡേ ആണ്. ഞാനും പുറത്തേ നോക്കുന്നുള്ളൂ മോനെ. ഈ ബ്ലോക്കിനെ കൂടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല മാറ്റം ഉണ്ടോന്ന്. ഓക്കെ, ഡ്രാമ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ അടിപൊളിയായിരുന്നു. നല്ല രസമുള്ള ഒരു കാലഘട്ടമായിരുന്നു. രാവിലെ ഓഫീസിൽ പോയി തിരിച്ച് ഓഫീസിൽ നിന്ന് ഒരു 6 മണിയാകുമ്പോൾ എങ്ങനെയെങ്കിലും ഓടി ഇറങ്ങി നേരെ റിഹേഴ്സലിന് പോകും. റിഹേഴ്സലിന് പോയിട്ട് അവിടെ നിന്ന് ഒരു 12-12:30 1 മണി വരെ ഉണ്ടാവും റിഹേഴ്സല്. ഞാൻ സുരഭി ചേച്ചിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പൊ നമുക്ക് റിഹേഴ്സൽ കഴിഞ്ഞേക്ക് അങ്ങ് ഇറങ്ങി പോരാൻ പറ്റില്ല. അങ്ങനെയല്ല, ഏച്ചിന്റെ കൂടെ അല്ലേ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് പോകും. ചിലപ്പോ ഞാൻ സ്കൂട്ടറിലായതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് പോരും. എന്താ വിശക്കുന്നത്? അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര രസമായിരുന്നു. പിന്നെ നല്ല ടീമായിരുന്നു, എല്ലാരും അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു പ്രോസസ്. സൂപ്പർ ആയിരുന്നു. എനിക്ക് പേടിയൊക്കെ അങ്ങ് മാറി. എന്താ പണ്ടൊക്കെ മുന്നേ പോകുമ്പോ പേടിയാവല്ലോ, ഒരു ഓഡീഷനൊക്കെ വിളിച്ചാൽ അങ്ങനത്തെ ആ പേടിയൊക്കെ ഇപ്പൊ വീണ്ടും പേടി വന്നെന്ന് തോന്നി. എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് പേടി പോയി. അപ്പൊ എനിക്ക് പോയിട്ടുണ്ട്. എനിക്കിങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്താ ഇവിടെ പരിപാടി നടക്കുന്നത്? ഞാൻ ഊബറിൽ കേറിയിട്ട് അവിടെ എത്തുന്നതിന് മുമ്പ് കാശ് കൊടുക്കുക? ഇല്ലടാ, ഇത് ക്യാഷ് എന്താ കൊടുക്കണം. ഇതെവിടെയാ? ഒന്നും മനസ്സിലാവില്ലല്ലോ. ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ആയിട്ട് അടി ഉണ്ടാക്കുന്നത്. നീ കാശ് കൊടുത്തോ? എല്ലാം വരുന്നുണ്ട്. അപ്പം ചോറിട്ടേ, ഏത് ചോറിട്ടില്ല? ഇപ്പം വരും ചോറ്. 3, 8.
കേബേജ് പെരി, പപ്പടം, എന്തോ ഒരു സാധനം, ചമ്മന്തി, അച്ചാർ. ഇപ്പൊ ഓക്കെ. കറിക്കുള്ളൊരു പുഴി കുത്താം. സല്ല രണ്ടും. എനിക്ക് മാന്തളം മതി. ശരിയാ. എല്ലാം കഴിഞ്ഞ് നമ്മൾ ലേറ്റ് ആയി പോയി. ഓക്കെ, എല്ലാം കഴിഞ്ഞു. വേണം. ഇതിപ്പോ മീൻകറിയാണോ? ഇതെന്താ മീൻകറി ആയിരുന്നോ? ഒഴിച്ചോ. എല്ലാം ഒഴിച്ചോ. സെറ്റ്. അയില നമുക്ക് കഴിച്ചു നോക്കാം. ഭയങ്കര സൗണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഓണാണല്ലോ. അടിപൊളി പച്ചക്കറി. സാമ്പാറും നല്ല. മീൻകറിയും നല്ല. ഇതാണടോ മിസ് ചെയ്യുന്നത്. പച്ചക്കറി സൂപ്പർ. കഴിക്കാം. ഇത് മറ്റേ ചെമ്മീൻ്റെ തന്നെ ചമ്മന്തി. എനിക്കും പപ്പടം ഇട്ടിരിക്കണേ. അയില പൊരിച്ചത്. എടുത്തോ. രണ്ടും എല്ലാം കഴിച്ചോ? ഇതെന്താ? മസാലക്കറി. എവിടെയാ? നമുക്കില്ലേ, എനിക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നമ്മളെ കോഴിക്കോട് മുസ്ലിം ടൈപ്പ് മറ്റേ ചെമ്മീനും കടുക്കയും കൂന്തളും. ഞാൻ ഇന്ന് രാവിലെ കഴിക്കുന്നു വിചാരിച്ചു. അല്ല, നമ്മള് പോത്തിൽ പോവാണെങ്കിലും കിട്ടൂലേന്നോ? ഇതുണ്ട്. മറ്റേ റീല് കണ്ടുണ്ടോ? ഓട്ടോ ചേട്ടാ മാറി മോനേന്നായി. അപ്പൊ നീ ഇപ്പൊ പറഞ്ഞോളെ ചേട്ടാ വെച്ച് മാറ്റി. വേണ്ട ബീഫ് വേണ്ട. ഇതെന്താ മാന്തളില്ലേ? നിങ്ങൾ ചെറുത്തോട്ടോ.
ടേസ്റ്റ് ഉണ്ട്. എനിക്കും തരുമോ? എന്റെ ഹോട്ടലിൽ ആൾക്കാർ വന്നിട്ട് പപ്പടം തരാൻ വേണ്ടി തന്നില്ല, പറഞ്ഞ എന്താ പറയാ? എന്റെ മുഖത്ത് എന്താ എക്സ്പ്രഷൻ? ഒന്നേ പറഞ്ഞോളൂ. അല്ല ചൂടാ. പച്ചക്കറി പ്രീതിമാമിന്റെ ഒക്കെ പച്ചക്കറി പോലത്തെ പച്ചക്കറി. ഇപ്പൊ അതിലെ ടേസ്റ്റ് തോന്നില്ല. അല്ല ടേസ്റ്റ് ഉണ്ട്, ഡ്രൈ ആയിരുന്നുള്ളൂ. എന്താണ് എന്താ സ്പൂൺ ചിരിക്കണോ? മീൻ കാണണ ഇല്ല ബീഫ് വേണോ ചോദിച്ചു. വേണ്ട പറഞ്ഞിട്ടാ. പറയാൻ പാടില്ല. നാളെ വരാം. നാളെ വരാം. അത് താഴെ വെച്ചു, മീൻ കാണാൻ വേണ്ടിട്ടാണ് താഴെ വെച്ചു. ആ വീഡിയോ ഓഫ് ചെയ്തു, മീൻ കാണുന്നു. ഓഫ് ചെയ്തല്ലോ. നല്ല അടിപൊളി ഊണ് കഴിച്ചു. മീൻ പൊരിച്ചതും ചോറും പച്ചക്കറിയും സാമ്പാറും മീൻകറിയും. മീൻ പൊരിച്ചത് നമ്മള് അയിലയും പിന്നെ മാന്തലും കഴിച്ചു. അടിപൊളിയായിരുന്നു. മാന്തലും സൂപ്പർ അടിപൊളിയായിരുന്നു. ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് കിടന്നുറങ്ങിട്ട് എന്നിട്ട് ആരെങ്കിലൊക്കെ വരുമായിരിക്കും, കാണിക്കാം കേട്ടോ. അതെ അയ്യോ നമ്മളെ കൂടെ വരട്ടെ ചോദിക്കാന. എന്താ അടിണ്ടായോ? ആ ഞങ്ങൾ അങ്ങോട്ട് വരാം. വില്ലമറയല്ലേ ഏട്ടനൊക്കെ ഉള്ളത്. കോഴിക്കോട് എത്തി. ഇതൊക്കെ ഓട്ടോ റൈഡ് പോവാണേ. പോണം തെറിച്ച് പോലേക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ. അത്
അതല്ല ഇത് പറ ഇപ്പഴ രാത്രി എന്നിട്ട് എവിടെയൊക്കെ പോന്നേ? കടുത്ത തീരുമാനം അത് என்ன തീരുമാനം? നമ്മള് കുറച്ചേരം ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിട്ട് ഇങ്ങനെ കിടന്ന് ഒന്ന് വൈകുന്നേരമൊക്കെ ആയപ്പം ഒന്ന് അപ്പൂന്റെ ടെറസിൽ വന്നതാ. അപ്പൂന്റെ വീട്ടിലും നിറയെ ചെടിയുണ്ട് കേട്ടോ. പുറത്ത് മുറ്റത്തും കുറെ ചെടിയുണ്ട്, ടെറസിലും കുറെ ചെടിയുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. അപ്പു ഇതെനിക്ക് വേണം, അപ്പു ഇതെനിക്ക് വേണം കേട്ടോ. ഇത് നമ്മൾ ആ പറമ്പെന്ന് പറിക്കുന്നല്ലേന്നോ? ഇത് അതല്ലേ? ഇത് എന്റെ അടുത്തുണ്ട്, പക്ഷെ ഈ കളറല്ല, ഈ വൈറ്റ് ഉള്ളത് എന്റെ അടുത്തില്ല. ഇല്ല പേർപ്പിൾ ഒരു ബാക്കിലൊരു പിങ്ക് പോലെ വരുന്ന അതുണ്ട്. ഇതെന്താ? അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ചെടി നീ തന്നതാ വീട്ടില് നല്ല ഉണ്ടായത് പറഞ്ഞു. പേര് എനിക്കും അറിയില്ല. ഏ ചേമ്പിന്റെ എലഫന്റ് പ്ലാന്റ് എന്റെ കൈ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പറഞ്ഞൂടായിരുന്നു എടുക്കൂലെന്ന്. ഓ തുമ്പയോ മുക്കുറ്റി ഉണ്ടോ? മറ്റേ പണ്ട് മുക്കുറ്റി ഒരു മഞ്ഞ. ഇതെന്താ പൂ ഈ ആമ്പൽ പോലത്തെ ഉള്ളത്? നൈസ്. ആരെ പെർഫ്യൂമാ? നല്ല മണം. പെർഫ്യൂം അടിച്ചു വരിക അല്ലെ? ഓൻ പോയി അപ്പിട്ട് വരികയായിരിക്കും, പിന്നെ പെർഫ്യൂം എടുത്ത് അടിച്ചു നീക്കും. ഇത് ഇത് അപ്പിക്ക് അപ്പിന്നല്ലാണ്ട് പിന്നെന്താ പറയാ? അത്ര പറയാൻ പാടില്ല. ഇനി ഈ ബൊഗൈൻവില്ല മറ്റേ വള്ളി പോലെ ആക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലെ? ഇത് ചെടി ബൊഗൈൻവില്ലാന്ന് തോന്നുന്നു. അപ്പൊ തുമ്പ പിടിപ്പിച്ചല്ലോ, തന്നാലുണ്ടായതല്ലേ? തുമ്പപ്പൂ ചോറ് വിളമ്പി. അവിടെയും ചോറോ? ചോറ് എല്ലാരും അമ്പലത്തിൽ പോകുന്നതായിരിക്കും അല്ലേ? അമ്മ ഓക്കെ, അമ്മേനെ നമുക്ക് സൂം ചെയ്ത് കാണിക്കാം. കണ്ട അമ്മ എന്റെ അമ്മേന്റെ ഫ്രണ്ട്സ് ആണ് വന്നോണ്ടിരിക്കുന്നത്. ശരി, അമ്മ ഒരു ഹായ് പറയുന്നൊക്കെ. അമ്മ ഇതിലേക്ക് ചാടി ഇരിക്കാൻ പറ്റുമോ? ഒരു കൈ വെച്ച് ചാടി ഇരിക്കാൻ പറ്റില്ല. ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു അപ്പൂന്റെ ടെറസില്. എപ്പോ ഇതൊക്കെ ഏതാ? അതെ 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 അതെ, ലോക്ക്ഡൌൺ സമയത്ത്. ഞാൻ അതാ മോളിന്ന് താഴേക്ക് കാണിക്കാം താഴത്തെ ചെടികള്. അമ്മ വീഡിയോ എടുക്കുമ്പോ നോക്കണേ എന്താ വിളി ചെയ്യുന്ന. ഈ വരുന്ന ഈ ഇത് കണ്ടോ, ഈ സൈഡിൽ ഇത് രണ്ടും അല്ല കേട്ടോ. ഇവിടെ നമ്മളെ സിറ്റ് ഔട്ടിന്റെ ഇവിടെ നിറയെ വേറെ ചെടിയുണ്ട്. ഞാൻ താഴെ പോകുമ്പോ കാണിച്ചു തരാം. എവിടെ പോയോ? ഞാൻ പറഞ്ഞപ്പോ കാക്കത അവിടേക്ക് പോയി. മോളിൽ പോയിട്ട് സുഖം. അനക്കൊന്നും ഇല്ല, നീ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാ. ഐ തിങ്ക് ഈസ് ഇൻ ലവ് അല്ലേ? എന്താടി എന്താടാ? പണ്ട് ഞാൻ തന്നെ ചെയ്തോണ്ടിരിക്കേ.
അല്ലെങ്കിൽ അവിടെ മുഖെടുക്കലും മുടിന്ന് അപ്പെടുക്കും എന്താ വെച്ചാ എടുക്കണ്ട. കുലസ്ത്രീ എന്നൊക്കെ ഉണ്ടല്ല. ഓ തെച്ചി ഇത്ര വലുതാവൂലേ? തെച്ചി മരാവൂലേ? ഓ തെച്ചി മരല്ലേ, തെച്ചില്ലേ, തെച്ചിപ്പൂവിന്റെ തെച്ചിയാണല്ലോ. അതെ, എന്റെ വീട്ടിലുണ്ട് കേട്ടോ, എന്റെ വീട്ടിലുണ്ട്. വാവ്, നോക്കത് നോക്ക്, നൈസ് പുല്ല് കണ്ടോ, താത്ത് കാണിക്കടാ. അതെ അതെ അതെ, പുല്ലാടാ, നീ പുല്ലാടാ. അതൊക്കെ ചക്ക ഉണ്ടോ? കൊണ്ടുപോകാൻ തരൂ. അവിടെ ചാമ്പക്കല്ലേ അപ്പു? അമ്മായിന്റെ വീട്ടില്, അമ്മായിന്റെ വീട്ടില്, മൂത്തമ്മന്റെ അവിടെ സീസൺ ആണ്. ഇത് കാണിക്ക്, ഇത് കാണിക്ക്, ഇത് ചെറുനാരങ്ങല്ലേ? ഓറഞ്ച് ആണോ? തൊടണ്ടേ, മണത്തോക്കട്ടെ. തൊടാതെ, മണത്ത് കണ്ടുപിടിക്കാനല്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഓറഞ്ച് കളർ ഉണ്ട്, ഓറഞ്ച് കളർ ഉണ്ട്. ഇത് ഭയങ്കര പുളിയുള്ള നാരങ്ങ. ഇത് ഞാൻ ഇവിടെ പോയപ്പം കഴിച്ചായിരുന്നു. ഓഫീസിൽ നിന്നൊരു ക്ലയന്റ് മീറ്റിങ്ങിന് ഷൂട്ടിന് പോയപ്പം റീൻ റിസോർട്ടിൽ, അന്ന് നീ വന്ന സമയത്ത് ഞാൻ പോയില്ലേ, അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര പുളിയവാ. ഇത് ചെറുനാരങ്ങ അല്ല. ലെമണേഡ് ഉണ്ടാക്കാം. ആ, ലെമണേഡ്. അപ്പോ ഇതൊക്കെ ഇനി എന്റെ വാ പാടത്ത് പഠിക്ക. മറ്റേ എന്റെ പാട്ട് നിന്നും മിന്നൽ കൈവള ചാർത്തി മഴവില്ലു ഞാനാ ഇങ്ങനെ വെട്ടത്ത് ചെരുപ്പ് അജുന് റെഡ്. എന്റർടൈൻമെന്റ് വേണമെങ്കിൽ നാരങ്ങ വെള്ളം വേണം. നാരങ്ങ വെള്ളം കുടിക്കാൻ പോവാ. ഇത് ചെമ്പരത്തിയാ? മഞ്ഞ ചെമ്പരത്തി അല്ലേ? അത് സപ്പോർട്ടാ പറഞ്ഞ, ഫുൾ സപ്പോർട്ട്. നീ ഇങ്ങനെ ഫോൺ കാണിക്കില്ല, അത് ഫോണിൽ ആൾക്കാർക്ക് സാധനം കാണിച്ചു കൊടുക്കും മോനെ, ഇങ്ങനെ 3-ലൊക്കെ ഇട്ടിട്ട്. സപ്പോർട്ട് സപ്പോർട്ട്. അത് ചിക്കു. ഇതിന് വേറെ എന്തെന്ന് പറയാ? അല്ല, വേറെ എന്തെന്ന് പറയാ? ചിക്കു. ചിക്കു സപ്പോർട്ട് അല്ലാണ്ട് വേറെ എന്തെന്ന് പറയാ? വേറെന്തോ പറയുന്നു. ഗപ്പി കുഞ്ഞുങ്ങൾ മൊത്തം. ആ, ഇപ്പം കണ്ടു നിറയെ കണ്ട്. നനക്കല്ലേ പോ. ഓ വാവ്. അമ്മേന്റെ പറയും. അമ്മ വ്ലോഗൊക്കെ കണ്ടത് കേട്ടാൽ എനിക്ക് വയ്യാന്നൊക്കെ. വീണ്ടും അതിനു വേണ്ടി ഞാൻ വന്നൊരു വ്ലോഗ് എടുക്കേണ്ടി വരും. ഇവർക്ക് അത് താങ്ങാൻ പറ്റില്ല. അമ്മയുടെയാണ്. ഫോണ്ട് ഇല്ല. ഇത് പോങ്ങുണ്ടോ? പരീക്ഷണമാണല്ലോ. നിന്റെ അടുത്തില്ലേ കൊറേ? ചെടി കണ്ടിന്യൂസ് ആയിട്ട് നോക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആ ചെടി അങ്ങനെ ലഷായിട്ട് നോക്കും. അതെന്താ വെച്ചാൽ എന്റേത് കുറെ സമയം, ഒരു മാസമൊക്കെ നോക്കൂലല്ലോ. നമ്മൾ ആ അന്നൂര് പോയൊരു സമയത്തല്ലേ നനയ്ക്കാൻ വരും, പക്ഷെ എന്നാലും അതിന്റെ രണ്ടു അറ്റത്തെ മറ്റേ ആ പച്ച ഡാഡിക്കൂൾ.
അടിപൊളി കാറ്റ്. ഞാൻ വരുന്നു, ഇതാ വരുന്നു. എന്താ ഇവിടെ ഞാൻ ചുറ്റാക്കട്ടെ. ഓക്കെ പോരാ. ഓ പ്രവേശിച്ചു. ഓക്കെ ഗേസ് കം ഓൺ. എന്നെ വിളിച്ചോ. എന്താ ആരും എന്നെ മൈൻഡ് ആക്കാത്തത്? ഇനി നോക്കൂ. തൊക്കി തൊടാൻ എത്തൂല കിട്ടോ. ഏതാ ഇതല്ലേ? What to do guys? ആരാ? കണ്ടിട്ട് പ്ലീസ് പ്ലീസ് എനിക്ക് ഞാനും വരൂ, എനിക്ക് ഞാനും വരൂ. വാ വാ. ഒരു താല്പര്യമില്ല. ആമിയായിരുന്നു മറ്റേ ലാബ് അല്ലെന്നോ? ഹായ് ഹലോ ഹലോ. പഠിപ്പിക്കുന്നു. പേടിപ്പിക്കണം. അയ്യോ ആകെ 3 റൂമുള്ളൂ. ഇടത്തെ കൈയായി മോനെ ഇടമ്മനാണ്. ഹലോ ഹലോ. മോനെ അവിടെ കയറ്റിക്കാം. ഓ ഇവിടെ കയറ്റാൻ പേടിച്ചു പോവും എന്റെ കുട്ടി. മോനെ ഭയങ്കര ഇഷ്ടമാണ് നോക്കുക, എല്ലാ ഭാഗവും നോക്കുക. ഞാനാണ് ബോസ്. ആദ്യം അവിടെ കംപ്ലീറ്റ് പെൺകുട്ടികളെ ഹോസ്റ്റലായിരിക്കും. അതായിരുന്നു അങ്ങോട്ട് നോക്കി തുടങ്ങി. ആ അല്ല ഓൻ ഭയങ്കരമായിട്ട് നോക്കും. എന്നിട്ട് ഒരു ഗേറ്റിലേക്ക് നോക്കിട്ട് പോകുമ്പോ ഗേറ്റിൽ വന്ന് നോക്കും. ആ കറക്റ്റ് പേടിപ്പിക്കോ? ഇങ്ങനെ അല്ല പേടിപ്പിക്കാനല്ല, കാണേ ഒന്ന് കാണേ ഒരു ദർശന സുഖം. ആ കണ്ടു മോനെ രോഗ്യം പറഞ്ഞ് വാലാട്ടിക്കൊണ്ട് ഓടിപ്പോവും. എന്റെ മോനാണ്. മനസ്സിലായി. അറ്റൻഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഡോക്ടേഴ്സ് ഹായ് ഹായ് ഹായ്. പൊന്നുമോനും പൊന്നുമോളും ആള് ആ ക്യാമറയിൽ എടുത്തുണ്ടാവും അല്ലേ? ഇരുന്ന് എടുത്തോ? അങ്ങനെ വോയിസ് ഓവർ ചെയ്യാം. വോയിസ് റെക്കോർഡ് ചെയ്യും. എന്റെ ഒരു ശല്യമാണ് ഇത്. എന്റെ ഒരു ശല്യമാണ്, എന്റെ ഒരു ശല്യമാണ്. അവിടെ എന്താ അവിടെ എന്താ പോയി വളർത്താൻ. എങ്ങോട്ടാ ഓടുന്നത്? ഞാൻ പോവാന്ന്. ഞങ്ങ പോണേണ്. ആ താ പോവാ. ഓ അടിപൊളി കാറ്റ്. എല്ലാം എഡിറ്റ് ചെയ്തിട്ട് വലിയ ടിവിയിൽ നോക്കി കാണണം നിങ്ങള്. ഏതടാ ഡെനിമോ? എന്റെ കോഴിക്കോട് ഡേ 1 വ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിപ്പോ തന്നെ ഇപ്പൊ ലോങ് വീഡിയോ ആയിട്ടുണ്ടാവും. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ലോഗിൽ കാണിക്കാം. അപ്പൊ ശരി, ബൈ ഗായ്സ്. പറ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ബൈ ഗായ്സ്. എനിക്ക് ഇച്ചിരി മേക്കപ്പ് ഉണ്ട്. അപ്പൊ ടാറ്റാ, ബൈ ബൈ.